ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂടിൻ്റെ ഒരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ഇനി നമ്മളിവിടെ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? നമുക്ക് പോകാൻ പാറു. വിഷയത്തിന് വിഷമമുണ്ടോ എൻ്റെ വീട്ടുകാർ ഇങ്ങനെ പ്രതികരിച്ചതിൽ? ഒരിക്കലുമില്ല. ഞാനിത് പ്രതീക്ഷിച്ചത് തന്നെയല്ലേ. അതുകൊണ്ട് അതൊരു സങ്കടമേ അല്ല എന്ന് വിശ്വം പറയാണ്. പിന്നെ നമ്മളിത് പ്രതീക്ഷിച്ച് തന്നെയാണല്ലോ ഇങ്ങോട്ട് വന്നത്. നമ്മള് ഇന്നിപ്പോ എന്താണെങ്കിലും ജീവിച്ച് കാണിച്ചു കൊടുക്കണം. പിന്നെ അല്ലാതെ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അല്ലാതെ മറ്റൊരു മറുപടിയും ഇനി അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു കൊടുക്കാനില്ല. അനാഥരാ നമ്മള്, ആരുമില്ലാത്തവര് അല്ല വിശ്വ എന്ന് ചോദിക്കുകയാണ് പാറു. അതെ, അത് തന്നെയാ നമ്മള്. അത്ര വലിയ തെറ്റാണോ പാറു നമ്മൾ ചെയ്തത്? ആണെങ്കിലും ആരുമില്ലാത്തതിനും കാലം എല്ലാത്തിനും മറുപടി കൊടുക്കട്ടെ. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാം? അപ്പൊ രണ്ടുപേരും മഴ നനഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് പുറകിൽ നിന്നൊരു വിളി. അവിടെ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശോഭ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ ഞെട്ടിപ്പോയി രണ്ടുപേരും. ഇതെന്താ, പ്രതീക്ഷിക്കാത്തൊരു ഷോക്കായി പോയി. ശോഭ അങ്ങനെ വിളിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പൊ കൂടെ നമ്മുടെ പല്ലവിയുണ്ട്. എങ്ങോട്ടാ പോണത്? പണ്ടൊരു രാത്രി അഭയം ചോദിച്ചു വന്ന എന്റെ മൂത്ത മോളെ ഇതുപോലെ ഇറക്കി വിട്ടതാ. അന്ന് എനിക്കൊരു മനസാക്ഷിയൊന്നും തോന്നിയതേ ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് അങ്ങനെ ചെയ്യാൻ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് ന്യായങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും അത് തന്നെയുണ്ട്. ഒരുപാട് ന്യായങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഞാനത് ചെയ്താല് അന്ന് ഞാൻ അങ്ങനെ ചെയ്തപ്പോ എൻ്റെ മൂത്ത മോള് അനുഭവിച്ച ഒരു സങ്കടമുണ്ട്. ഒരുപാട് വിഷമമുണ്ട് അവക്ക്. പക്ഷെ കേറി ചെല്ലാൻ ഒരു സ്ഥലമില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. തെരുവിലായി പോവല്ലോ എന്നുള്ളൊരു സങ്കടം. പക്ഷെ അന്ന് അവളെ രക്ഷിക്കാൻ ഒരു സേതുമാധവൻ ഉണ്ടായിരുന്നു. പിന്നെ അവൾക്ക് താമസിക്കാൻ ഒരു പൊന്നും മടവും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ അല്ല നിന്റെ കാര്യം എന്ന് എനിക്കറിയാം. പക്ഷെ ഇന്നും അവൾ അന്ന് ജീവിച്ചു. എന്നാലും എൻ്റെ ഉള്ളിലെ ആ കുറ്റബോധം അതിപ്പോഴും മാറിയിട്ടില്ല. അതിന് എൻ്റെ ജീവിതാവസാനം വരെ അങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. അന്നുണ്ടായ ആ മുറിവ് അതിപ്പോഴും ഉണങ്ങിയിട്ട് പോലുമില്ല. അത് ഉണങ്ങുമെന്ന് തോന്നുന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ സേതു കൊണ്ട് കേട്ടോ, രണ്ടാമത് ഇനി അങ്ങനൊരു അവസ്ഥ ഉണ്ടാവാൻ ഞാൻ എന്താണെങ്കിലും തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര സന്തോഷമായിട്ടോ. നിങ്ങൾ എങ്ങോട്ട് പോവണ്ട, ഇവിടെ കഴിയാം എന്ന് പറഞ്ഞു. ഈ വീട്ടിൽ, ഈ എഴുത്തുപുര വീട്ടിൽ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മാറിന് ഭയങ്കര സന്തോഷമായി. വിശ്വത്തിന്റെ മുഖവും തെളിഞ്ഞു കേട്ടോ. അപ്പൊ പല്ലവിയും നമ്മുടെ സേതുവിനും ഹാപ്പിയായി. അങ്ങനെ ഒരിക്കലും ശോഭയുടെ വായിൽ നിന്ന് കേൾക്കുമെന്ന് ഇവർ വിചാരിച്ചതേ ഇല്ല കേട്ടോ. അപ്പൊ ഭയങ്കര ഷോക്കായി പോയി. അമ്മേ എന്ന് വിളിച്ച് പാറു ഓടിച്ചെന്നു. പക്ഷേ ഒരു കാര്യമുണ്ട് എന്ന് കൂടി ശോഭ പറഞ്ഞു. നീ ചെയ്ത തെറ്റ് ഞാൻ ക്ഷമിച്ചു അല്ലെങ്കിൽ പൊറത്തു എന്ന് കരുതിയെങ്കിൽ അത് നിനക്ക് തെറ്റി പാറു. മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ നീ ചെയ്ത തെറ്റ് അത് പൊറുക്കാനും മറക്കാനും ആവാത്ത തെറ്റ് തന്നെയാ. അതൊരിക്കലും എന്നെ കൊണ്ട് ക്ഷമിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വേറെ വഴിയൊന്നുമില്ല. തെരുവിലേക്ക് ഇറക്കി വിടാൻ എന്തായാലും ഞാൻ തയ്യാറുമല്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ കയറ്റി താമസിപ്പിക്കാം എന്ന് വെച്ചത്. ഇവിടെ താമസിക്കാം നിങ്ങൾക്ക്. നിമിഷം നിൽക്ക്, ആചാരങ്ങളൊന്നും മുടക്കണ്ട, ഞാൻ വിളക്കെടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശോഭ അകത്തേക്ക് കയറിപ്പോയി. എന്നിട്ട് നിലവിളക്കൊക്കെ എടുത്തോണ്ട് വന്ന് പാറുന്റെ കയ്യിൽ നിലവിളക്ക് കൊടുത്തു. അപ്പൊ ഇവർ രണ്ടുപേരുടെയും കാലിൽ വീണ് ഇവർ അനുഗ്രഹമൊക്കെ വാങ്ങി കേട്ടോ, അച്ഛന്റെ. എന്നിട്ട് പാറു നിലവിളക്കുമായിട്ട് നേരെ അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ ഭയങ്കര സന്തോഷത്തിലായി സേതുവും പല്ലവിയും. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടോ. എന്താണേലും അവർ രണ്ടുപേരെയും ഇറക്കി വിട്ടില്ലല്ലോ എന്നോർത്ത്. അപ്പൊ പല്ലവി അവിടെ നിന്നപ്പോ, പല്ലവി ഇവളുടെ പേരില് ക്ഷേത്രത്തിൽ നിന്ന് കഴിച്ച ആ പാൽ പായസം അവിടെ ഇരിപ്പുണ്ട്, അതിങ്ങനെ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു. അമ്മ ഇപ്പൊ ചെയ്ത ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, ഇതിന് മറുപടി തരുന്നത് ഞങ്ങൾ സ്വന്തം ജീവിതം കൊണ്ടായിരിക്കും എന്ന് വിശ്വം പറയുക. ഒരിക്കലും ഞങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്കാർക്കും വിഷമിക്കേണ്ടി വരില്ല അമ്മേ എന്ന് പറഞ്ഞു. അതെ, എൻ്റെ ഒപ്പം ഇറങ്ങി വന്നല്ലോ എന്നുള്ള ഒരു കാരണം കൊണ്ട് ഒരിക്കലും പാറുവിനൊരു സങ്കടം ഉണ്ടാവില്ല. കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ എത്രയൊക്കെ സ്വപ്നം കണ്ടാലും അതൊക്കെ തകരാൻ ഒരു നിമിഷം മതി മോനെ, അത്ര മതി, അതിന്റെ ആവശ്യമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എല്ലാം സ്വന്തം അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ ആളാ ഈ ഞാൻ. അതുകൊണ്ടാ പറയുന്നത്. നീ കണ്ടോ, ഇത് അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി ഞാൻ കൊണ്ടുപോകാനായിട്ട് തയ്യാറാക്കി വെച്ച പെട്ടിയാ. അതിൽ കണ്ണിമങ്ങ അച്ചാർ മുതൽ കാച്ചിയ എണ്ണ വരെ ഉണ്ട് അതില്. അതെല്ലാം അവൾക്കായിട്ട് ഞാൻ കരുതി വെച്ച എന്റെ സ്നേഹമാ.
വീട്ടുകാരെ ധിക്കരിച്ച് കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ആ ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യം അത് ഒരു ബാധ്യതയാണ് എന്നോർത്ത് ജീവിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. ഉറപ്പായിട്ടും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. സ്വയം തെരഞ്ഞെടുത്ത വഴി ആയതുകൊണ്ട് ഉത്തരവാദിത്തം കൂടുമെന്ന് എപ്പോഴും മനസ്സിലാക്കണം. അത് ഒരിക്കലും താങ്ങാനാണില്ലെന്നും മനസ്സിലാക്കണം. നിങ്ങൾ അനാഥരാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവും ഉണ്ടാവണം. അത് മതി. അതുണ്ടെങ്കിൽ പിന്നെ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ, അല്ലാതെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്ന് ശോഭയുടെ മറുപടി. അപ്പം നേരെ നമ്മുടെ പല്ലവി പാൽപ്പായസം ഒക്കെ ആയിട്ട് വന്ന് ഇരിക്കെ എന്ന് പറഞ്ഞു. രണ്ടുപേർക്കും മധുരമൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പൊ മാഷങ്ങനെ നിന്നിട്ട്, സത്യത്തിൽ നിന്റെ അമ്മയുടെ ആ ഒരു ഇതുണ്ടല്ലോ, എല്ലാ നിമിഷവും എന്നെ ഒരു സർപ്രൈസ് ആക്കുന്ന ആ ഒരു പതിവ്, അത് ഇത്തവണയും എന്താ പറയാ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഇതുണ്ടല്ലോ ഈ സ്നേഹം, ഈ വീടിന്റെ ഒരു സ്നേഹം, അത് പിന്നെ ഈ ഒരു സ്നേഹം കണ്ടിട്ടെങ്കിലും നിങ്ങൾ നന്നായി ജീവിക്കണം. മറ്റൊന്നും അച്ഛൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാഷും പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ എന്നും സന്തോഷങ്ങൾ മാത്രം ഉണ്ടാവട്ടെ. ഭവിഷ്യം പറയാണ്, ഞങ്ങളത് ചെയ്തിരിക്കും അച്ഛാ. ഞങ്ങളെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്കൊരിക്കലും വിഷമിക്കേണ്ടി വരില്ല, ഉറപ്പായി വിഷമിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു. പറയുന്ന വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് തെളിയിക്കും എന്നുള്ളൊരു വാശിയുണ്ടെങ്കിൽ അത് മതി ജീവിതത്തിൽ വിജയിക്കാൻ. എന്റെ അനിയത്തി ഒരു പാവമാ, അതുകൊണ്ടാണല്ലോ വിശ്വനെ മാത്രം വിശ്വസിച്ച് അവൾ ഇറങ്ങിപ്പോന്നത്. ഞങ്ങളെ എല്ലാവരും തള്ളിക്കളഞ്ഞിട്ടല്ലേ, ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം തള്ളിക്കളഞ്ഞിട്ടല്ലേ അവള് നിന്റെ കൂടെ വന്നത്. ആ വിശ്വാസം അവൾക്ക് തെറ്റായി പോയി എന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും തോന്നാൻ ഇടവരുത്തരുത്. അത് നോക്കേണ്ട ബാധ്യത വിശ്വത്തിൻ്റെതാണ്. അവളെ എന്നും നോക്കേണ്ട ബാധ്യതയും വിശ്വത്തിന് മാത്രമാണ് എന്ന് പല്ലവിയും കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തു കേട്ടോ. അപ്പൊ സേതു അവിടെ നിൽപ്പുണ്ട്. സേതു വന്നിട്ട്, അതെ, അതിന് അവസരം വിഷൻ ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതി. നിങ്ങളുടെ ജീവിതത്തിൽ എന്നും സന്തോഷം മാത്രം ഉണ്ടാവണം. അതാണ് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം. അപ്പം എല്ലാവരും ശോഭയ്ക്കാണെങ്കിൽ സങ്കടം ഉണ്ടെങ്കിലും ആളിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ. സങ്കടങ്ങൾ ഉണ്ടായാലും ദുഃഖങ്ങൾ ഉണ്ടായാലും അത് ഒരൊറ്റ മനസ്സോടെ മറികടക്കാനുള്ള ആ ഒരു ശക്തിയും മനധൈര്യവും എന്താ പറയാ എല്ലാം ദൈവം തരട്ടെ എന്ന് പറഞ്ഞു. ഇനി തെളിയിക്കേണ്ടത് നിങ്ങളാ. രണ്ടുപേർക്കും എല്ലാവർക്കും മാതൃകയായി ജീവിക്കാനായിട്ട് സാധിക്കട്ടെ എന്നുകൂടി പല്ലവി ആശംസിക്കുകയാണ്. അപ്പൊ സേതുവോട് വന്നിട്ട്, എല്ലാവരും പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, അത് പറയാൻ ഞാൻ ആളുമല്ല. പക്ഷേ എങ്കില് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുണയായിരിക്കാൻ പറ്റണം. നിങ്ങൾക്ക് എന്നും തുണയായിട്ടിരിക്കാൻ പറ്റണം. എങ്കിൽ ഇനി അങ്ങോട്ടും വിശ്വനും പാറുമില്ല. നിങ്ങൾ രണ്ടല്ല, നിങ്ങൾ രണ്ടുപേരും ഒന്നാ. ഒരു ജീവിതത്തില് നിങ്ങൾ രണ്ടുപേരുടെയും ഹൃദയങ്ങൾ മാത്രമല്ല, എല്ലാം ഒന്നായി തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് സേതുവും എന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവും, നന്നായി വരട്ടെ എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞ് തന്നെ അവരെല്ലാവരും ഇവരെ അനുഗ്രഹിക്കുകയാണ്. പിന്നെ കാണുന്നത് ഇന്ദ്രനെയാണ്. അപ്പൊ ഇന്ദ്രൻ ഉണ്ണാവ്രതത്തിലാണെന്ന് പറയാം. അപ്പൊ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് രാജലക്ഷ്മി പോയി. പക്ഷേ എങ്കില് ഇന്ദ്രൻ കഴിച്ചിട്ടില്ല. ഇന്ദ്ര, നീ എന്താണ് ഊണ് കഴിക്കാത്തത് എന്ന് ചോദിച്ചു. എനിക്ക് വേണ്ട, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ, നിനക്കെന്താ വിശപ്പില്ലാത്തത്? അതിന്റെ കാരണം എന്താ? നീ എന്താ ഈ എന്റെ സങ്കടം കൂടി മനസ്സിലാക്കാത്തത്? നീ ഒന്ന് ആലോചിക്ക്. ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മിയുടെ തല ഇനി ഒരു തവണയെ ബന്ധുക്കളുടെ മുന്നിൽ കുനിഞ്ഞിട്ടുള്ളൂ. അത് പല്ലവി ഇവിടുന്ന് ഇറങ്ങിപ്പോയ സമയത്ത് മാത്ര എന്ന് പറഞ്ഞു. ഇപ്പോ വീണ്ടും അതേ ഒരു അവസ്ഥ തന്നെ എനിക്കുണ്ടായിരിക്കുക. നാട്ടുകാരെന്നെ പരിഹസിക്കില്ലേ എന്റെ മോനെ എന്ന് ചോദിച്ചു. അപ്പം ഇന്ദ്രൻ വേഗം ചാടി എഴുന്നേറ്റു കേട്ടോ. എഴുന്നേറ്റിട്ട്, അമ്മേ ഒരു കാര്യം പറയട്ടെ, ബന്ധുക്കളുടെ മുന്നിൽ ഒരിക്കൽ കുനിഞ്ഞ ആ തല ഉയർത്തി പിടിക്കണമെങ്കിൽ പല്ലവി അവൾ ഇവിടെ തിരിച്ചെത്തിക്കണം, അവളിവിടെ തിരിച്ചു വരണം. അവൾ തിരിച്ചെത്തണമെങ്കിൽ വിശ്വവും അതുപോലെ തന്നെ പാർവതിയും ഇവിടെ വേണം, ഈ വീട്ടില് എന്ന് പറഞ്ഞു. അപ്പൊ എന്നാൽ രാജലക്ഷ്മിക്ക് അത് ഒട്ടും താല്പര്യമില്ലാത്ത കേസാട്ടോ. പാർവതി ഇനിയാണ് അമ്മേ എന്റെ ട്രംപ് കാർഡ്. അവളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പല്ലവിയെ നേരെയാക്കാൻ പറ്റുള്ളൂ. അമ്മേ, ഞാൻ പറയുന്നത് അമ്മ ഒരു തവണയെങ്കിലും ഒന്ന് എനിക്ക് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് കേൾക്ക്. പാർവതിയെ വെച്ച അമ്മേ ഞാൻ പല്ലവിയെ വീഴ്ത്താൻ പോകുന്നത്. അമ്മ എന്നോടൊന്ന് സഹകരിക്കണം പ്ലീസ്. ഞാൻ പറഞ്ഞത് അമ്മ ഒന്ന് അനുസരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ചേരം നിന്നിട്ട്, എന്റെ ജീവിതം ഏതാണ്ട് കഴിയാറായി, ഇനി നിങ്ങളാ ജീവിക്കേണ്ടത്. പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു ജീവിതം മക്കൾക്കുണ്ടാവണമെന്ന് ഏതമ്മ ആഗ്രഹിക്കാത്തത്? അതില് ഞാനും ചെയ്തിട്ടുള്ളൂ, അത് മാത്രമേ ഞാനും ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞു.
സാരമില്ല, ഇനി നീ ആയിട്ട് അത് വിഷമിക്കണ്ട. മക്കൾക്ക് വേണ്ടി തോറ്റു കൊടുക്കാൻ വിധിക്കപ്പെട്ടതാണ് എന്റെ ജീവിതം എന്ന് ഞാൻ കരുതിക്കോളാം. മക്കളെ ജയിക്കുമ്പോ അത് സ്വന്തം ജയമായിട്ട് ഞാൻ അങ്ങ് വിചാരിച്ചോളാം. ഞാനും അങ്ങനെ തന്നെ ചെയ്യാം എന്ന് അവസാനം രാജലക്ഷ്മി പറയാണ്. നീ പറഞ്ഞതുപോലെ ഇവിടെ കയറ്റി തന്നെ താമസിപ്പിക്കാം. അവരെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ബന്ധുക്കൾ എങ്ങനെ വേണേ കളിയാക്കിക്കോട്ടെ. ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മിക്ക് ഒരു കഴിവില്ലാന്ന് അവരെല്ലാവരും കുറ്റപ്പെടുത്തിക്കോട്ടെ. എന്നാലും സാരമില്ല. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഒരു തീരുമാനത്തിന് പിന്നെ നീ വേദനിക്കുന്നത് കാണാൻ അതെനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഇന്ദ്ര ഞാൻ തോറ്റു തരാം എന്ന് പറഞ്ഞു. നിനക്ക് വേണ്ടി മാത്രം ഞാൻ എന്റെ തീരുമാനം മാറ്റാം. അവരെ കൂട്ടിക്കൊണ്ടുവരാം. പെട്ടെന്ന് തന്നെ ഇന്ദ്രനും ആകെ സെന്റിമെന്റലായി. പെട്ടെന്ന് ഇന്ദ്രൻ ചെന്ന് കെട്ടിപ്പിടിക്കാണ് കേട്ടോ. അമ്മയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല. പണ്ടേ ഞാൻ മണ്ണിനടിയിൽ പോയേനെ എന്നൊക്കെ പറഞ്ഞ് ആള് ചെറുതായിട്ടൊന്ന് സോപ്പിട്ട് പതപ്പിച്ചു എന്ന് പറയാം. ഇപ്പൊ ചെറുതായിട്ട് കാര്യം നടക്കണം ഇപ്പൊ ഇന്ദ്രന്. എന്നിട്ട് ഇന്ദ്രൻ പറയാണ്, അതെ ഇപ്പൊ ബന്ധുക്കളുടെ മുന്നില് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കണ്ട. പക്ഷെ വിശ്വജിത്തും പാർവതിയും ഇവിടെ വന്നാലേ നമ്മുടെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. പല്ലവിനെയും പാർവതിനെയും അമ്മയുടെ കാൽ ചോട്ടിലിടണ്ടേ. അവരെ കൊണ്ട് എല്ലാം അനുസരിപ്പിച്ച് ജോലി ചെയ്യിക്കട്ടെ. ഒന്നും വേണ്ട, അവര് ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ കൂടെ ഒന്ന് സമാധാനമായി ജീവിച്ച് കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വിശ്വത്തിന്റെ കാര്യത്തില് എനിക്ക് ഒരു ടെൻഷനുമില്ല. അവൻ നന്നായി ജീവിച്ചോളും. പക്ഷെ നിന്റെ കാര്യത്തിലാ എന്റെ ഒരു സമാധാനക്കേട്. എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നിന്റെ അവസ്ഥ ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇന്ദ്ര. അത് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം എന്ന് പറഞ്ഞു. അത് മാത്രം, എനിക്ക് ഒരു സമാധാനവും കിട്ടാറില്ല സത്യത്തില്. കരയാതെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പോകാം, ഞാൻ പോയി അവരെ കൂട്ടിക്കൊണ്ടുവരാം. നീ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ദേ അവരെ കൊണ്ടേ ഈ രാജലക്ഷ്മി തിരിച്ചിങ്ങോട്ടേക്ക് വരുള്ളൂ. താങ്ക് യു അമ്മേ, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞു. അമ്മയുടെ സഹായം അത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു. ഒന്ന് പോടാ എന്ന് പറഞ്ഞു. അവസാനം രാജലക്ഷ്മി അവിടുന്ന് അവരെ കൂട്ടാനായിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. നേരെ ചെല്ലുന്നത് എഴുത്തുപുരയിലേക്ക് തന്നെയാണ്. അപ്പം അവരവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും രാജലക്ഷ്മി അകത്തേക്ക് ചെല്ലുന്നത്. ഇവരെ കണ്ടപ്പോ തന്നെ ആകെ ശോഭയ്ക്ക് വിറച്ച് കയറി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഒരു ചിരിയൊക്കെ ചിരിച്ച് നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. പാർവതിയും വിശ്വജിത്തും അവിടെയുണ്ട്. അമ്മയെ കണ്ട ഇനി ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പോവാണോ എന്നുള്ളൊരു പേടിയായിരുന്നു അവരുടെ മനസ്സില്. അപ്പൊ വേഗം തന്നെ നമസ്കാരം, എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു ശോഭ. ശോഭെ അരുത് എന്ന് പറഞ്ഞു മാഷ്. വിട് മാഷേ. അയ്യോ എനിക്കൊരു അബദ്ധം പറ്റി. മകനെയും മരുമകളെയും അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അവരെ ഇറക്കി വിട്ടതാ. എന്റെ തെറ്റാത് എന്ന് വേഗം തന്നെ രാജലക്ഷ്മി ഏറ്റുപറയാണ്. അത് പിന്നെ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സമാധാനവും കിട്ടുന്നില്ല. കുറ്റബോധം കൊണ്ട് ഞാൻ ഇത്ര നേരം കരയായിരുന്നു. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റണില്ല. നിങ്ങൾ ഇവിടെ എന്തിനാ വന്നത് എന്ന് പല്ലവി ചോദിക്കുകയാണ്. ഇറക്കി വിട്ടവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. കല്യാണം കഴിഞ്ഞതല്ലേ, ഇന്ന് അവരവിടെയല്ലേ താമസിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. വിളിക്കാൻ വന്നതാ. രണ്ടുപേരെയും ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടു പോകാൻ എന്നുകൂടി പറഞ്ഞു കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ ആകെ ആകാംക്ഷയിൽ നിൽക്കുകയാണ്. പക്ഷെ രാജലക്ഷ്മിയുടെ മനംമാറ്റത്തിന് കാരണം എന്തെന്ന് ഓർത്തിട്ടാ ആകെ ടെൻഷൻ. അതൊന്നും വേണ്ട. എന്താണെങ്കിലും അവര് ഇവിടെ കഴിഞ്ഞോളും. നിങ്ങളുടെ മൂത്ത മകനുള്ള വീട്ടിലേക്ക് അവരെ അങ്ങോട്ടേക്ക് അയക്കാനായിട്ട് എനിക്ക് പ്രയാസ. അത് നടക്കില്ല എന്ന് പറഞ്ഞു. അത് പറയേണ്ടത് മോളല്ലല്ലോ, അമ്മയല്ലേ എന്ന് പറഞ്ഞു. എന്റെ അഭിപ്രായം തന്നെയാ പല്ലവി പറഞ്ഞത് എന്ന് പറഞ്ഞു. ഈ കല്യാണത്തിന് തുടക്കം മുതലേ ഞാൻ എതിരായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നിട്ടും രണ്ടുപേരെയും ഞാനിവിടെ കയറ്റി. അതെന്റെ മകള് ഇന്ദ്രന്റെ വായി ചെന്ന് ചാടണ്ട എന്ന് കരുതി തന്നെയാ ഞാൻ ഇവിടെ കയറ്റിയത്. അതിന് ഞാൻ സമ്മതിച്ചു കൊടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ മാഷ ഇത് എന്ന് ചോദിച്ചു രാജലക്ഷ്മി. ഇത് ന്യായമാണോ? എന്റെ മകനും അവൻ കെട്ടിയ പെണ്ണും എന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത് എന്ന് ചോദിക്കാണ് രാജലക്ഷ്മി ഉടനെ വന്ന. അപ്പം ആകെ ധർമ്മസങ്കടത്തിലായി കേട്ടോ എല്ലാവരും. അതെ, അവര് എന്റെ കൂടെ നിൽക്കണമെന്ന് എനിക്ക് എന്റെ അമ്മ എന്ന നിലയിൽ ആഗ്രഹിച്ചൂടെ മാഷെ, പറ എന്ന് പറഞ്ഞു. അപ്പം മാഷ് മിണ്ടാതെ ഇങ്ങനെ നിന്നു കേട്ടോ. എന്ത് പ്രതികരണമാണ് ഇവരോട്. അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവര് അവിടെ വന്നപ്പോ എന്തുകൊണ്ട് നിങ്ങൾ കേറ്റിയില്ല? ഞാൻ പറഞ്ഞല്ലോ, അങ്ങനൊരു തെറ്റ് എനിക്ക് പറ്റിപ്പോയി. ആ തെറ്റ് നിങ്ങൾക്കും പറ്റിയില്ലേ? വന്നപ്പോ തന്നെ നിങ്ങളും കയറ്റിയൊന്നുമില്ലല്ലോ.
അതിനുശേഷമല്ലേ നിങ്ങൾ അവളെ സ്വീകരിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ ഉത്തരവില്ല. രണ്ടുപേരും മിണ്ടാതിങ്ങനെ നിൽക്കുകയാണ്. എന്തു പറയാനാ, ഒന്നും പറയാനില്ല. ഞാനൊരമ്മയാ, അതുകൊണ്ട് തന്നെ എന്റെ അവസ്ഥയും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാ സുഖമില്ലാത്ത ഒരു കുട്ടി ഉണ്ടായിപ്പോയി എന്നുള്ളതാ. അത് എന്റെ ഒരു തെറ്റാണോ? പറയേ, എന്റെ ഒരു തെറ്റാണോ? അവനൊരു രോഗിയാണെന്ന് എനിക്കറിയാം. അങ്ങനെ രോഗമുണ്ടെന്ന് വിചാരിച്ച് എനിക്ക് അവനെ കൊന്നു കളയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര അഭിനയം കാഴ്ചവെക്കാണ് രാജലക്ഷ്മി കരഞ്ഞ് അഭിനയിക്കുന്നത്. അതുകൊണ്ട് അവന്റെ അങ്ങനെ ഒരു രോഗം ഉള്ളത് കൊണ്ട് ദേ ആദ്യത്തെ മരുമകള് എന്റെ മോളെ എനിക്ക് കൂടെ നിർത്താൻ പോലും പറ്റിയിട്ടില്ല എന്ന് പറയാണ്. രണ്ടാമത്തെ മരുമകളെങ്കിലും എന്റെ കൂടെ വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാഷേ, ഞാൻ ശോഭെ, ഞാൻ നിങ്ങളുടെ കാല് വേണേ പിടിക്കാം. എന്നെയും ഇവരെ എന്റെ കൂടെ അയക്കാതിരിക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞു. അപ്പൊ പല്ലവി ഓടി വന്നിട്ട് അത് നടക്കില്ല, നിങ്ങൾക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് പല്ലവി എന്റെ ഭാഗത്തുനിന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് മോളെ എന്ന് പറഞ്ഞു. അപ്പോ എന്റെ അവസ്ഥ അല്ലെങ്കിൽ എന്റെ ഒരു ആവശ്യം അത് ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു. അപ്പൊ വിശ്വവും പാറും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് നേരെ വിശ്വത്തിന്റെ അടുത്തേക്ക് ചെന്നു. വിശ്വ, ഞാൻ തീരുമാനമെടുക്കേണ്ടത് ഇറക്കി വിട്ടതാ ഞാൻ, ശരിയാണ്. ഞാൻ നിന്നോട് മാപ്പ് വേണേ ചോദിക്കാം, പക്ഷെ അമ്മയുടെ കൂടെ നീ ഒന്ന് വാ മോനെ എന്ന് പറഞ്ഞു. നിനക്കും നിന്റെ ഭാര്യയ്ക്ക് അവിടെ ഒരു കുറവും ആ വീട്ടിലുണ്ടാവില്ല. ഇവളെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ ഞാൻ നോക്കിക്കോളാം, ഒരു കുറവും ഞാൻ ഉണ്ടാക്കില്ലടാ, സത്യമായിട്ടും ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഒന്നും മിണ്ടാതെ നിന്നോട്ടോ കുറെ നേരം വിശ്വൻ. എന്തായാലും ഇന്ന് ഇവിടെ കേറിപ്പോയി, അതുകൊണ്ട് ഏതെങ്കിലും ഹോട്ടലിൽ മുറി എടുക്കാം എന്നാ വിചാരിച്ചത്. പക്ഷെ ഇവിടെ സ്വീകരിച്ചത് കൊണ്ടാ തൽക്കാലം അത് വേണ്ട എന്ന് വെച്ചത്. പക്ഷെ അമ്മ തൽക്കാലം പോയിക്കോ, ഞങ്ങള് പാറുമായിട്ട് അവർ ആലോചിച്ചിട്ട് ഞങ്ങള് ആ തീരുമാനം അമ്മയോട് അറിയിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഓഹോ, അപ്പൊ വേഗം തന്നെ, അപ്പോ നിനക്ക് എന്നെക്കാൾ വലുത് അപ്പൊ പാറുവാണല്ലേ നിനക്ക് എന്ന് ചോദിച്ചു. അതെ, അത് തന്നെയാണ്. കല്യാണം കഴിഞ്ഞ എല്ലാ പുരുഷന്മാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അത് അമ്മ ആദ്യം ഒന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഇതിപ്പോ അവളെയും കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം, അതിനുശേഷം ഞാൻ തീരുമാനം പറയാം എന്ന് പറഞ്ഞു. അപ്പൊ വേഗം രാജലക്ഷ്മി കൊള്ളാം, നന്നായി എന്ന് പറഞ്ഞു. നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ആ, എനിക്ക് യോഗമില്ല, അങ്ങനെ കരുതാം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ മകൻ കെട്ടിയ പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് യാചിക്കേണ്ടി വന്നത്. അപ്പം പാറു ഇങ്ങനെ കുറെ നേരം ചിന്തിച്ചു കേട്ടോ. ഇനി എന്താ, പാറുവിന്റെ തീരുമാനം പോലെയാണ് ഇനി പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ, അതിന് പിശുക്കൊന്നും കാണിക്കല്ലേ. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് പുതുപുത്തൻ വിശേഷമായിട്ട് കാണാം. അപ്പൊ ബൈ ആൻഡ് സീ യു അഗൈൻ.